അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജാബിന്റെ വിഷയത്തിൽ വളരെ വലിയ വൈരുദ്ധ്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പൊതു ഇടങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ച് വരാനുള്ള അനുവാദത്തിനു വേണ്ടി വലിയ രീതിയിൽ ഇന്ന് സമൂഹം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താകട്ടെ ഹിജാബ് ധരിക്കാൻ പൂർണ്ണ സമ്മതമുള്ള ഇടങ്ങളിൽ പോലും അത് ധരിക്കാൻ വിസമ്മതിക്കുന്ന സമുദായത്തിലെ തന്നെ പെൺകുട്ടികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വിദ്യാലയങ്ങളിലും ഇതിന് വിലക്കില്ല. എന്നിട്ടും എത്ര മുസ്ലിം പെൺകുട്ടികൾ കൃത്യമായ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്കും കോളേജുകളിലേക്കും പോകുന്നു എന്നത് ഈ ഘട്ടത്തിൽ മുസ്ലിം സമുദായം ഉറക്കെ ചിന്തിക്കേണ്ടതാണ്. മദ്രസയിൽ പോകുന്ന കുട്ടികൾ കൃത്യമായി ഹിജാബ് ധരിക്കുന്നു. അതേ കുട്ടികൾ തന്നെ പിന്നീട് സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ആരാണ് അവരെ തടയുന്നത്? ഏത് ഗേറ്റിലാണ് അവരെ തടയുന്നത്? എവിടെയും ആരും തടയുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് ആ കുട്ടികൾ ഹിജാബ് അഴിച്ചു വെച്ചുകൊണ്ട് പോകുന്നു എന്നതാണ് നാം ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. മറ്റൊരു ഭാഗത്ത് വിദ്യാഭ്യാസവും ജോലിയും ഹിജാബും നേർക്കുനേർ വന്നാൽ ഹിജാബ് അഴിച്ചു വച്ചിട്ടായാലും എന്റെ വിദ്യാഭ്യാസവും എന്റെ ജോലിയും മതി എന്നൊരവസ്ഥയിലേക്ക് ഇന്ന് സമുദായത്തിലെ ഒട്ടേറെ പേർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ന് കേരളത്തിൽ വിവാദമായിരിക്കുന്ന ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം നമുക്കറിയാം. അത് ധരിച്ചുകൊണ്ട് എനിക്ക് സ്കൂളിൽ പഠനം തുടരണമെന്നാവശ്യപ്പെട്ട ആ പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ നൂറുകണക്കിന് മറ്റു വിദ്യാർത്ഥിനികളും മുസ്ലിം വിദ്യാർത്ഥിനികളും അവിടെ ഉണ്ട്. അവരെല്ലാവരും വീട്ടിൽ നിന്ന് അത് ധരിച്ചു വരുന്നു. പക്ഷേ ഗേറ്റിൽ ഊരിവെച്ചുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവിടെ പ്രയോറിറ്റി അവനവന്റെ പഠനത്തിനും ജോലിക്കും മാത്രമാവുകയാണ്. എന്റെ വിദ്യാഭ്യാസത്തിന് എന്റെ മതവിശ്വാസം തടസ്സമാണെങ്കിൽ ഞാൻ എന്റെ മതവിശ്വാസം ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ അനവധി സ്കൂളുകൾ, വിദ്യാലയങ്ങൾ ഉണ്ടായിരിക്കെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ മതവിശ്വാസവും അതോടൊപ്പം തന്നെ തന്റെ ഭൗതികമായ കാര്യങ്ങളും നേർക്കുനേർ വന്നാൽ പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും ഭൗതിക കാര്യങ്ങൾക്കാകുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആക്ടിവിസത്തിന്റെ ഭാഗമായി തട്ടം ധരിക്കുന്നവരുണ്ട്. അവർ ഈമാനുണ്ടായത് കൊണ്ട് ധരിക്കുന്നവരല്ല. തട്ടം നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ ഞാനും അത് ധരിക്കും. അതെന്തിനാണ്? അത് വിശ്വാസത്തിന്റെ പേരിലല്ല, മറിച്ച് ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശത്തെ ആരെങ്കിലും വെല്ലുവിളിക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വാസികളായവരും അല്ലാത്തവരും ഒക്കെ രംഗത്ത് വരികയും അവർ തട്ടമിട്ടത് പ്രതീകാത്മകമായ ഒരു സമരത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിജാബിന്റെ വിഷയത്തിലെ നിലപാടുകളെ മൊത്തം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ വ്യത്യസ്തമായ തരത്തിലാണ് ഇന്ന് സമുദായത്തിലെ പല ആളുകളും ഉള്ളത് എന്ന് അറിയാൻ, മനസ്സിലാക്കാൻ നമുക്ക് അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല. ഇവിടെ പുറത്തുനിന്ന് പരസ്യമായിട്ടും സമുദായത്തിനകത്ത് നിന്ന് രഹസ്യമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം ഈ ഘട്ടത്തിലുണ്ട്. സമുദായത്തിന്റെ പുറത്തുനിന്ന് അത് ഉറക്കെ ചോദിക്കുന്നു, എന്നാൽ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് അത് അടക്കം പറയുകയും ചെയ്യും. ആ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു എസൻഷ്യൽ പ്രാക്ടീസ് ആണോ, അഥവാ അതൊരു നിർബന്ധമായ കാര്യമാണോ എന്ന ചോദ്യമാണ് കോടതി വരെ കർണാടകയിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടെ ഉടുപ്പിയിലുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യമുന്നയിച്ചത്.
അത് ഇപ്പോഴും അതിന്റെ കേസ് സുപ്രീം കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊതുമീഡിയകളിലുള്ള ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുന്നതും ഇസ്ലാമില് ഹിജാബ് ഒന്നും എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിനുള്ളിൽപ്പെട്ട ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുസ്ലിം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഹിജാബ് ധരിക്കാത്ത കുട്ടികളുണ്ട്, പകുതി ധരിക്കുന്നവരുണ്ട്, പല രീതിയിൽ ധരിക്കുന്നവരുണ്ട്. അത് കാണുന്ന പൊതുസമൂഹം എന്ത് വിചാരിക്കും? പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് ഇത് നിർബന്ധമാണെങ്കിൽ ആ കുട്ടി ധരിക്കില്ലേ, ഈ കുട്ടി ധരിക്കില്ലേ, എന്താ അവര് ധരിക്കാത്തത്? അപ്പൊ അതിന്റെ അങ്ങനെ ഒരു കാര്യം സത്യപ്പെടുത്തുവാൻ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ തന്നെ കാരണമാകുന്നു. അപ്പോൾ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? ഇത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് പറയാൻ, വിധി പറയാൻ മറ്റു സമുദായത്തിലുള്ള ആളുകൾക്ക് പാലമിട്ട് കൊടുക്കുന്നത്, അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് സമുദായത്തിലെ തന്നെ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അത് സമീകരിക്കപ്പെടുന്നത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഹിജാബ് എന്ന് പറയുന്നത് വലിയൊരു എസൻഷ്യൽ പ്രാക്ടീസ് അല്ല, അതൊരു നിർബന്ധമായ കാര്യമൊന്നും അല്ല എന്നിടത്തേക്കാണ് സാമാന്യമായി അത് എത്തിച്ചേരുന്നത്. എന്നിട്ട് അതിന് പറയാറുള്ള ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ കേട്ടതൊന്നും വലിയ ന്യായമാണെന്ന് തോന്നുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവുമാണ് വളരെ പ്രധാനപ്പെട്ടത്. ശരിയാണ്. എന്നിട്ട് ഈമാൻ കാര്യം 6 എണ്ണും, ഇതിലെവിടെയാണ് ഹിജാബ് ഉള്ളത്? എന്നിട്ട് ഇസ്ലാം കാര്യം 5 എണ്ണും, ഇതിലെവിടെയാണ് ഹിജാബ് ഉള്ളത്? അപ്പൊ ഈ 6, 5, 11 കാര്യത്തിൽ എവിടെയും ഹിജാബിനെ പറ്റി നേർക്ക് നേരെ പറയണില്ല. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, അത് നിർബന്ധമായ കാര്യമല്ല. നിർബന്ധമാണെങ്കിൽ ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും അത് പറയണ്ടേ? കേട്ട് കഴിഞ്ഞാൽ വിവരമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെന്തോ ഒരു വലിയ ബുദ്ധി പറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ പൊതുവെ സൃഷ്ടിക്കും. ഇതിനാണ് അജ്ഞതയെക്കുറിച്ചുള്ള അജ്ഞതയാണ് അറിവിന്റെ ശത്രു എന്ന് സാധാരണ പറയാറുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ എത്രമേൽ ജഹാലത്തുകൾ ഒരാൾ വിളിച്ചു പറയുമെന്നതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമായി ഈ കാലഘട്ടത്തിൽ ഒരു ഉദാഹരണം ചോദിച്ചാൽ ആ ഉദാഹരണം നമുക്ക് എടുത്തു കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. ഇസ്ലാം കാര്യത്തിലും ഈമാൻ കാര്യത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നിർബന്ധമല്ലല്ലോ എന്ന ഈ വാദം. എന്താണ് ഷഹാദത്ത് കലിമ എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് ആ വർത്താനം പറയുന്നത്. അഥവാ ഷഹാദത്ത് കലിമയ്ക്ക് 2 ഭാഗമാണുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. അതിൽ ആ 2ാമത്തെ ഷഹാദത്തിൽ എന്താ പറയുന്നത്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ദൂതനാകുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നല്ല, ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല, ഞാൻ പറയുന്നു എന്നല്ല, മറിച്ച് ഞാൻ അതിന്റെ സാക്ഷിയാകുന്നു എന്നാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്തുകൊണ്ട് വന്നുവോ അത് ഞാൻ സ്വീകരിക്കും. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂലുള്ള എന്ത് വിരോധിച്ചുവോ അത് ഒഴിവാക്കുകയും ചെയ്യണം നിങ്ങൾ എന്ന ഖുർആനിന്റെ തത്വം ഉൾപ്പെടുന്നതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് വളരെ വിശാലമായ ഒരു ക്യാൻവാസാണ്. അഥവാ റസൂലുള്ള പറഞ്ഞതൊക്കെ എന്തായി ഞാൻ എന്റെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുക, എന്നെ നോക്കിക്കോളിന്നാ പറയുന്നത്. എന്താ ഇസ്ലാമിലുള്ള വസ്ത്രധാരണത്തിന്റെ രീതി, പുരുഷന്മാർക്കുള്ള രീതി എന്താ? ദാ എന്നെ നോക്കിക്കോളൂ, എന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെയാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്. എന്താണ് ഹിജാബിനെ സംബന്ധിച്ച് ഇസ്ലാമിലുള്ള വിധി? ഇതാ എന്നെ നോക്കിക്കോളൂ, എന്റെ പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പറയാൻ കഴിയണം, അതാ അഷ്ഹദു എന്ന് പറയുന്നത്. ഈ വിവരമില്ലാത്തവരാണ് എന്ത് പറയുന്നത്, ഇതിലില്ലല്ലോ. അപ്പൊ അതിനുള്ളിൽ തന്നെ കൃത്യമായി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഷഹാദത്ത് കലിമയിൽ നേർക്ക് നേരെ പറഞ്ഞില്ല എന്ന ന്യായം പറഞ്ഞ് ഹിജാബ് നിർബന്ധമില്ല എന്നാണ് ഒരാൾ വാദിക്കുന്നതെങ്കിൽ ഹിജാബ് മാത്രമല്ല നിർബന്ധ അല്ലാതെ വെക്കുക, ഇസ്ലാമിന് പലതും നിർബന്ധമല്ല എന്ന് പറയേണ്ടി വരും. ഒരാൾ പറയണത് ഞാൻ എന്റെ മാതാപിതാക്കളെയൊന്നും ഞാൻ നോക്കണില്ല, അവരൊക്കെ വല്ല വൃദ്ധസദനത്തേക്കും കൊണ്ടുപോയേക്കാണ്. കാരണം ഈ ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരാൾ വാദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഞാൻ ഇനി മുതൽ സത്യം പറയില്ല. കാരണം സത്യം പറയലൊന്നും ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. എന്തേ കാര്യം? ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും സത്യം പറയണമെന്നില്ല. വാദിച്ചൂടെ? ഞാൻ ഇനി ഉണ്ടാക്കിയ കരാറുകളൊന്നും ഞാൻ പാലിക്കൂല. കാരണം എന്താ? ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചൂടെ? ഞാൻ ഇസ്ലാമിക പ്രബോധനത്തിനില്ല. കാരണം എന്താ? ഈ 5, 6, 11 കാര്യത്തിൽ ഇത് വേറിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ ഇനി ഒരു നീതിയും പാലിക്കില്ല. എന്താ കാര്യം? ഇസ്ലാം കാര്യത്തിലും ഈമാൻ കാര്യത്തിലും ഇല്ല. എന്തായി വിഡിത്തം?
അപ്പൊ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ന്യായീകരിച്ച് നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഷഹാദത്ത് കലിമയും ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പലതും നിഷിദ്ധമല്ല എന്നും പറയേണ്ടി വരും. ഒരാൾ നാളെ മുതൽ പലിശ വാങ്ങാൻ തുടങ്ങി, അയാൾ വാദിക്കണം എന്ത് പലിശ വാങ്ങരുത് ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും വേറെ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങുകയാണ് പറയാൻ പറ്റുമോ? ഒരാൾ മദ്യം കുടിക്കുകയാണ്, കള്ളു കുടിക്കരുത് ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാൾ വ്യഭിചരിക്കരുത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരാൾ കൊല ചെയ്യാണ്, കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ ന്യായീകരിച്ചിങ്ങാണ്ട് എല്ലാം ചെയ്യാൻ തുടങ്ങിയാലോ ഇസ്ലാം കാര്യത്തിലും ഈമാൻ കാര്യത്തിലും ഇല്ലായിരുന്നു. എന്താ ഇസ്ലാം കാര്യം എന്താ ഈമാൻ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പറയാൻ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇനി ഇസ്ലാമിന് തെളിവ് ഏതാ? വിശുദ്ധ ഖുർആനല്ലേ ഒന്നാം തെളിവ്. ആ വിശുദ്ധ ഖുർആൻ കൃത്യമായി ഞാൻ പറയുന്നു സമുദായം പഠിക്കണം. ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ സമുദായത്തിലെ പെൺകുട്ടികൾ പഠിക്കണം. ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ, സൂം ചെയ്ത് പറഞ്ഞാൽ, നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ഇതിന്റെ സമീപ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറിക്കും പ്ലസ് ടുവിനും അതുപോലെ മറ്റ് SSLCക്കും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ധാരാളമായി ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. ആ കുട്ടികൾ കണ്ണ് തുറന്ന് കാണാനും കാത് തുറന്ന് കേൾക്കാനുമാണ് ഞാൻ ഒന്നായത്. ഇത് വേറുള്ളവർക്കല്ല ഒന്നായത്. എന്താ നിങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ആ വസ്ത്രം സ്കൂളിലേക്ക് എത്തുമ്പോൾ മാറുന്നത് എങ്ങനെയാണത് മാറുന്നത്? പല കുട്ടികളും കോളേജിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ശരിയായ രീതിയിൽ മഫ്ത ധരിച്ചു പോകും. ബസ്സിലേക്ക് എത്തുമ്പോൾ അതിനെ പിന്നഴിയാൻ തുടങ്ങും. കോളേജിലേക്ക് എത്തുമ്പോൾ അതെടുത്ത് വേറെ ഷാളിടും. ചില ആളുകൾ ഒന്നും ധരിക്കാതെ നടക്കും. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പഴയ പോലെ തന്നെ വരികയും ചെയ്യും. എന്തിനാണിത്? ആരെ കബളിപ്പിക്കാനാണിത്? ഇന്ന് ഹൈസ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് തലയിൽ തട്ടമിടുക എന്നത് ഇടാത്തത് കൊണ്ട് ഒരു ജാള്യതയും അവർക്ക് തോന്നുന്നില്ല. ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ മഫ്തയുടെ രൂപം എന്താ? ഹിജാബിന്റെ രൂപം എന്താ? ഒരു ടൈറ്റുള്ള ജീൻസും ഈ അരവരെ കൈ പൊന്തിച്ചാൽ മേനി കാണുന്ന വയറ് കാണുന്ന രീതിയിലുള്ള ഒരു ടോപ്പും, എന്നിട്ട് കഴുത്തിലൊരു സാധനം ചുറ്റിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ മുൻഭാഗം തുറന്നു കിടക്കുന്നുണ്ടാവും. ഇതാണ് ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറയുന്നത്. ഇത് വാങ്ങിക്കൊടുക്കുന്നത് ആരാ? രക്ഷിതാക്കളല്ലേ. ഇതിന് ബില്ല് കൊടുക്കുന്നതാരാ? രക്ഷിതാക്കളല്ലേ. അപ്പൊ രക്ഷിതാക്കളോട് പറഞ്ഞാലോ ഇന്ന് എല്ലാ കുട്ടികളും അങ്ങനെയാണ്, അപ്പൊ എന്റെ മകളും അതിന് വാശി പിടിക്കണം, എന്താ നമ്മൾ ചെയ്യാ? ഈ കാലല്ലേ. എല്ലാവരും നിസ്സഹായരാവുകയാണ്. ഇവിടെയാണ് ഈ ആയത്ത് നിങ്ങൾ ഖുതുബയിൽ കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ വീട്ടിൽ തഫ്സീർ ഉണ്ടാകും. ആ തഫ്സീർ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഹിജാബ് എത്രത്തോളം പ്രാധാന്യമാണ്, പ്രസക്തമാണ്, നിർബന്ധമാണ് എന്നത് ഈ ആയത്തും അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും കേട്ട ശേഷം നെഞ്ചത്ത് കൈവച്ചു പറയൂ മക്കളെ, നെഞ്ചത്ത് കൈവച്ചു പറയൂ ഉമ്മമാരെ, നെഞ്ചത്ത് കൈവച്ചു പറയൂ രക്ഷിതാക്കളെ. എന്താ ഖുർആൻ പറഞ്ഞത്? നബിയെ മുഅ്മിനാത്തുകളോട് പറയുക, അവരുടെ കണ്ണിനെ, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ. അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കട്ടെ. അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ അവരുടെ ഭംഗിയിൽ നിന്ന് അവർ വെളിപ്പെടുത്താതിരിക്കട്ടെ. പ്രത്യക്ഷമായതല്ലാതെ അവരുടെ ഭംഗിയിൽ നിന്ന് അവർ വെളിപ്പെടുത്താതിരിക്കട്ടെ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? അവരുടെ ആ മക്കനയുടെ ബാക്കി ഭാഗം അവരുടെ മാറിടത്തിലൂടെ അവർ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ. എന്റെ മക്കളോടാണ് ഞാൻ, പെൺകുട്ടികളോടാണ് പറയുന്നത്, മഫ്ത ധരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് ധരിച്ചിട്ട് ആ സാധനം കണ്ട് പിറകോട്ട് ബോധപൂർവ്വം ഇടുന്നത് എന്തിനാ? ഈ ആയത്തിനോടുള്ള എതിർപ്പല്ലേ അത്? എന്താ ആയത്ത്? വൽയദിരിബിന, ആക്കുകയും ചെയ്യട്ടെ, ബിഹുമരിഹിന്ന, അവരുടെ മക്കനയെ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറയുമ്പോ ഞാനത് പിറകിലേക്ക് ഒതുക്കിയിടും എന്ന് പറയുന്നത് ആരോട് കാണിക്കുന്ന ധിക്കാരമാണ്? നിങ്ങളുടെ ഉപ്പയോടാണോ, ഉമ്മയോടാണോ, അതോ റബ്ബുൽ ആലമീനോടാണോ എന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. പിന്നെന്താ ബാക്കി? വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭംഗി നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്, തുറന്ന് കാണിച്ചു കൊടുക്കരുത്. ആരുടെ മുമ്പിലല്ലാതെ? ഇല്ലാലിബൂലത്തിഹിന്ന. ഇതെല്ലാരും പഠിക്കണം. ഇത് വീട്ടില് ഞാൻ പറയുന്നു, തഫ്സീർ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക, പെൺകുട്ടികളെ വിളിച്ചു കൂട്ടുക,
എന്നിട്ട് കസേരയിട്ട് ഇരുത്തുക, എന്നിട്ട് ഈ ആയത്ത് വെച്ച് ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക മുസ്ലിം വീടുകളിൽ. മക്കളെ, ഭാര്യമാരെ, നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ അഴക് ആരുടെ മുമ്പിലേ കാണിക്കാൻ പാടുള്ളൂ? ദാ കൃത്യമായിട്ട് പറയണു. ഇനി ഇത് ഈ എസൻഷ്യൽ പ്രാക്ടീസ് ആണോ അല്ലേ എന്നുള്ളത് സംശയമുള്ളവർക്ക് തീരാനാണ് ഞാൻ വായിക്കുന്നത്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന. ഒന്ന്, അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലല്ലാതെ. ഭർത്താക്കന്മാരുടെ മുമ്പിലാകാം. ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ പിതാക്കൾക്ക് മുമ്പിലാകാം. ഔ ആബാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾക്ക് മുമ്പിലാകാം. ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ പുത്രന്മാർക്ക് മുമ്പിലാകാം, അവരുടെ ആൺകുട്ടികൾക്ക് മുമ്പിലാകാം. അതുപോലെ തന്നെ ഔ അബ്നാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ പുത്രന്മാർക്ക് മുമ്പിലാകാം. അഥവാ അവരുടെ ഭർത്താവിന് വേറെ ഒരു ഭാര്യയിൽ കുട്ടികളുണ്ട് വിചാരിക്കുക, അവരുടെ മുമ്പിലാവാം. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് മുമ്പിലാകാം. തന്റെ സഹോദരന്മാർക്ക് മുമ്പിൽ പ്രശ്നമില്ല. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദര പുത്രന്മാർക്ക് മുമ്പിലാകാം. സഹോദരന്മാരുടെ കുട്ടികൾക്ക് മുമ്പിലാകാം, ആൺകുട്ടികൾക്ക് മുമ്പിലാകാം, കുഴപ്പമില്ല. ഔ ബനി അഖവാതിഹിന്ന, അല്ലെങ്കിൽ സഹോദരികളുടെ പുത്രന്മാർക്ക് മുമ്പിലാകാം. അൻസത്തിന്റെ ജ്യേഷ്ഠത്തിന്റെയോ ആൺകുട്ടികളുടെ മുമ്പിൽ കുഴപ്പമില്ല. ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ സ്ത്രീകൾക്ക് മുമ്പിലാകാം, അതിനും കുഴപ്പമില്ല. ഔ മാ മലക്കത്ത് അയ്മാനുഹുന്ന, അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർക്ക് മുമ്പിലും നിങ്ങൾക്ക് ആകാം. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാലി അവിത്ത്ഫിൽ അല്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പുരുഷന്മാരിൽ നിന്ന് ലൈംഗിക മോഹമില്ലാത്ത അനുചരന്മാർക്കോ സ്ത്രീ രഹസ്യങ്ങളെപ്പറ്റി മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾക്കോ അല്ലാതെ. അതായത് ചെറിയ കുട്ടികള്, മുതിർന്ന സ്ത്രീകളുടെ ഔറത്തിനെ പറ്റിയൊന്നും ഒരു വിവേകവും കാര്യമൊന്നും എത്തിയിട്ടില്ലാത്ത കുട്ടികൾ, അവർക്ക് മുമ്പിലാകാം. അതേപോലെ തന്നെ ലൈംഗികമായ ദാഹമോഹങ്ങൾ ഇല്ലാത്ത പുരുഷന്മാരുണ്ടാവും. നിങ്ങളെ വീട്ടിൽ വല്ല ജോലിക്കോ മറ്റു കാര്യത്തിനൊക്കെ നിൽക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് മുമ്പിലാകാം, കുഴപ്പമില്ല. വലാ യദ്രിബിന ബിഅർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, തങ്ങളുടെ അലങ്കാരത്തിൽ നിന്ന് മറച്ചു വെക്കുന്നത് അറിയപ്പെടാൻ വേണ്ടി അവർ തങ്ങളുടെ കാലുകൾ കൊട്ടുകയും ചെയ്യരുത്, കാലിട്ടടിക്കുകയും ചെയ്യരുത്. പെൺകുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതായത് നിങ്ങളുടെ ആ സൗന്ദര്യം പുറത്തു കാണിക്കുന്ന രീതിയിൽ, അലങ്കാരം പുറത്തു കാണിക്കുന്ന രീതിയിൽ അത് അറിയാൻ വേണ്ടി കാലിട്ടടിക്കരുത്. ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? കാലിട്ടടിക്കുക എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചിലങ്ക കെട്ടി ബോധപൂർവം ആ രീതിയിൽ അണിഞ്ഞൊരുങ്ങി മുതിർന്ന പെൺകുട്ടികൾ അതിനായിട്ട് വർണ്ണശബളിമമായ സ്റ്റേജുകളിൽ നിറഞ്ഞാടുന്ന ഒരു കാലമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഇത് ഈ ആയത്തിനെതിരോ ഈ ആയത്തിന് അനുകൂലമോ? നിങ്ങൾ അത് പറയൂ. ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുകയും ഈ ആയത്ത് ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുകയും എന്നിട്ട് ഈ രീതിയിൽ അഴിഞ്ഞാടുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഒന്നുകിൽ നമ്മൾ ഖുർആനിന്റെ ആളുകളായി മാറുക, അല്ലെങ്കിൽ അതല്ല എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകുക. അങ്ങനെ പറയേണ്ടി വരും. ഖുർആനിൽ കൃത്യമായി പറഞ്ഞതാണ്, ആരെ മുമ്പിലൊക്കെ ഇത് കാണിക്കാൻ പാടുള്ളൂ. ഇത്രയും വ്യക്തമായി പറഞ്ഞ ഖുർആനിനെ നോക്കിയിട്ടാണ് പറയുന്നത് അത് നിർബന്ധാണോ അല്ലേ എന്നൊക്കെ. ഇത്രയും ആളുകൾ ഒഴിച്ച് വതൂബൂ ഇലല്ലാഹി ജമിയ, അതിന്റെ അവസാനതാണ് അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളീം, അതാണ് നിങ്ങൾക്ക് വിജയമുണ്ടാക്കി തരിക. ഇത് ശരിക്കും മാനമര്യാദക്ക് മറിച്ച് നടക്കുന്നതാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കി തരിക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരുടെയൊക്കെ മുമ്പിൽ ഇത് കാണിക്കുക, ആരുടെയൊക്കെ മുമ്പിൽ കാണിക്കുക. ഇന്നതാ കുട്ടികൾ, മുതിർന്ന കുട്ടികൾ, ഈ പറഞ്ഞ കൂട്ടരൊന്നും അല്ലാത്ത അന്യ പുരുഷന്മാരുടെ കൂടെ ബൈക്കിൽ യാത്ര പോകുന്ന എത്ര ആൾക്കാരുണ്ട്? കോളേജിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ. അതിനാരാ പറഞ്ഞയക്കുന്നത്? തൊട്ട അയൽവാസിന്റെ കൂടെ പിന്നെ മുതിർന്ന കുട്ടികളെ സ്ഥിരമായിട്ട് അവരുടെ ബൈക്കിൽ കൊണ്ട് കയറ്റി വിടുന്നത് ആരാ? രക്ഷിതാക്കളല്ലേ. നമുക്ക് ദീൻ എന്താന്ന് അറിയില്ല. നമ്മൾ നാട്ടിൽ കണ്ടേ അത് എനിക്ക് അറിയണ ആളല്ലേ, അത് പരിചയമുള്ള ആളല്ലേ, ഓൻ അങ്ങനെയൊന്നും ചെയ്യൂല. പക്ഷെ ദീന് പറഞ്ഞോടത്ത് നിൽക്കണം, ദീന് പറഞ്ഞോടത്ത് നിൽക്കണം. സംശയിക്കൊന്നും വേണ്ട കാര്യത്തിൽ, അപ്പോഴേ മുസ്ലിം ആകുള്ളൂ. ഇന്ന് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തു നോക്കി നിങ്ങൾ, എന്തൊക്കെ വാർത്തയാണ് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മഹാഭൂരിപക്ഷവും ഈ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതും അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അല്ലാതെ വേറെന്താ? എന്തുകൊണ്ടാണ് ഹിജാബ്? അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
യാ അയ്യുഹൻ നബി, ഏ നബിയേ, ഖുല്ലി അസ്വാജിക, താങ്കൾ താങ്കളെ ഭാര്യമാരോട് പറയണം, വബനാതിക, താങ്കളുടെ പെൺകുട്ടികളോട് കൽപ്പിക്കണം, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങളോട് പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നിങ്ങളുടെ ആ മാറിടത്തിലൂടെ അവരുടെ ആ ശിരോവസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ. എന്തിനാണത്? 2 കാര്യത്തിനാണ്. ദാലിക അദ്നാ യുറഫ്ന, ഒന്നവർ തിരിച്ചറിയപ്പെടാനാണ്. അവരിങ്ങനെ നടന്നു പോകുമ്പോ ഈ കാമക്കണ്ണുള്ള ആളുകൾ നോക്കൂല. അവള് മാനമര്യാദക്ക് വസ്ത്രം ധരിച്ചു പോകുമ്പോ അത് ഞാൻ വിചാരിച്ചോടത്ത് കിട്ടണ പെണ്ണല്ല എന്ന് ആർക്കറിയും? അത് നോക്കണ മനുഷ്യന്മാർക്കറിയും. എന്നാൽ നേരെ തിരിച്ചാണോ? മറ്റുള്ളവന്റെ കാമ കണ്ണുകളെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചവളാണെങ്കിലോ അത് വളച്ചോടത്തേക്ക് കിട്ടുന്നു തോന്നും. അത് തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി നിങ്ങൾ നടന്നു പോകണം. പിന്നെയോ ഫലായുദൈൻ, 2ാമത്തെ ലക്ഷ്യം, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കാൻ. എത്ര വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വേഷവിധാനങ്ങൾ നന്നാക്കണം. അത് പറയുമ്പോ പറയും, എന്താ സ്ത്രീകൾ മാത്രം നന്നാക്കിയാൽ മതിയോ, പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകല്ലേന്ന്? ഒന്നുകൂടി കടത്തി പറയും ചില ആൾക്കാർ. എന്ത് പേപ്പട്ടി നാട്ടിലുണ്ട് എന്ന് വിചാരിച്ചു കണ്ട് പേപ്പട്ടിനെ പിടിച്ച് കെട്ടിടുക എന്നല്ലാതെ ആൾക്കാരൊക്കെ പിടിച്ച് കെട്ടിടാൻ പറ്റുമോ? ഏയ് കേട്ടാത്തൊന്നും എന്തൊരു യുക്തി പറഞ്ഞു. പേപ്പട്ടി നാട്ടിൽ ഇറങ്ങിക്കണമെങ്കിൽ പേപ്പട്ടിനെയും വേണം പിടിച്ച് കെട്ടിടുക, അതേപോലെ തന്നെ ആ പേപ്പട്ടിന്റെ മുമ്പിലേക്ക് പോകുന്ന ആൾക്കാരോട് പോകരുതെന്നും വേണം പറയണ്ടേ? ഏയ് നായ നുഞ്ഞ കടിക്കൂല, നായിനൊക്കെ പിടിക്കണ്ടേ? പഞ്ചായത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ നായിന്റെ തൊള്ളിക്ക് ഇല്ല ചെയ്യാ. ആ നായിനെ പിടിക്കണം, അതോടൊപ്പം അവർക്ക് പോകാതിരിക്കും വേണം, 2ഉം വേണം. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് വക്കാൻ അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു ഗഫൂറും റഹീമുമാകുന്നു എന്നത് തന്നെയാണ്. അപ്പൊ കൃത്യമായി മുസ്ലിം സ്ത്രീകളോട് ഖുർആൻ പറഞ്ഞത് എന്താ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക, ജാഹിലിയ്യ കാലത്തെ സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് എന്നാണ്. എന്താ ആയത്ത് എത്ര ക്ലാരിറ്റിയിലാ പറയുന്നത്. പക്ഷെ ഇന്ന് എന്താ ചെയ്യണത് മുസ്ലിം ആൾക്കാർ? ഏതെങ്കിലും ടെറഫ് വാടകയ്ക്ക് എടുത്ത് അണിഞ്ഞൊരുങ്ങി അതിനായിട്ടാണ് ഇറങ്ങി തിരിക്കല്ലേ അല്ലേ? പണ്ട് കാലത്തൊക്കെ പുരുഷന്മാര് വന്ന് കണ്ടിരുന്ന പല സംഗതികളും ഇന്നതാ സ്ത്രീകൾ ഒന്നിച്ച് അടിച്ച് കയറി വന്ന് ഒരേ ഗാലറിയിൽ തന്നെ ഇരുന്ന് മുതിരി മോരും വെച്ച പോലെയല്ലേ, പിന്നെ ചക്കിയും വെച്ച പോലെയല്ലേ എന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോണേ. എവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കുറച്ച് മുന്നോട്ട് പിറകോട്ട് പോയി നോക്കൂ. വളരെ ഇതിലൊക്കെ ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. അതോ ആ അതിരുകൾ മുഴുവൻ മായാണ്. എന്നോട് പറഞ്ഞാൽ എന്താ പറയാ? അതൊക്കെ പുതിയ കാലല്ലേ. ഏത് കാലത്താണെങ്കിലും ഖുർആൻ ഒരു മാറ്റവും മാറൂല കേട്ടോ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ജീവിച്ചെങ്കിലേ വിശ്വാസികൾക്ക് രക്ഷയും. ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കെടുതി ഇവിടെ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ ഞാൻ ഓതിവെച്ച ആയത്തുകൾ മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. 1, ഹിജാബ് നിർബന്ധമാണ് എന്നത്. 2, സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് ഒരു ഐഡന്റിറ്റിയാണ്, അതോടൊപ്പം അത് അവർക്കൊരു സംരക്ഷണ കവചം കൂടിയാണ്. 3, ഷഹാദത്ത് കലിമയുടെ ഭാഗം തന്നെയാണ് ഹിജാബ്. 4 കാര്യം, ഹിജാബ് സ്വീകരിക്കുമ്പോൾ വിമർശനവും ആക്ഷേപവും ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് വന്നേക്കാം. ആ ഘട്ടത്തിൽ ക്ഷമയോടെ, വളരെ വലിയ പ്രതിഫലേച്ഛയോടെ അവിടെ നിലകൊള്ളുക എന്നതുകൂടി വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പെൺകുട്ടികളോടാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോ 25 കുട്ടികളും മഫ്തയിടാതെ, മക്കനെ ധരിക്കാതെയായിരിക്കും, തട്ടം ധരിക്കാതെയായിരിക്കും മുസ്ലിം കുട്ടികൾ വരുന്നത്. അവർ ടൈറ്റുള്ള ജീൻസ് ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോ ആ ബാക്കിയുള്ള 2-3 കുട്ടികളുണ്ടല്ലോ, അവരതിലൊരിക്കലും കീഴടങ്ങാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് സങ്കടപ്പെടാൻ പാടില്ല, പടച്ചവനോടൊരു ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, ഉമ്മാനോടും വാപ്പാനോടൊരു ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഇത് ഞാൻ ഇനി ഒരാളാണെങ്കിൽ പോലും, എന്റെ സ്കൂളിൽ, എന്റെ വിദ്യാലയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിലും ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ നിയമം അംഗീകരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന ആർജവത്വത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി നിലയുറപ്പിക്കേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസികൾ.
എന്താ റസൂലുള്ള പറഞ്ഞത്? യഅ്തി അലന്നാസി സമാൻ, നിങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ദീനിന്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് ഉറനിൽക്കുന്ന ആളുകൾ ഏതുപോലെയാണെന്നോ, കൽകാബിലി അലൽ ജംറ്, കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ ഉള്ള ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ ശരിക്ക് ഹിജാബ് ധരിച്ച് ഒറ്റക്ക് പോകുന്ന പെൺകുട്ടികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം അങ്ങനെ തന്നെയാണ്. കാരണം മറ്റു കുട്ടികളൊന്നും ധരിക്കണില്ല. എന്താ? ഹാജറക്ക് കുഴപ്പമില്ലല്ലോ, എന്താ സക്കീനാക്ക് കുഴപ്പമില്ലല്ലോ, എന്താ ബുഷറാക്ക് പ്രശ്നമില്ലല്ലോ, എന്താ ഹസനത്തിന് മാത്രം കുഴപ്പം? ഇതല്ലേ ചോദിക്കണത്? അവളും മുസ്ലിം, ഇവരൊക്കെ മുസ്ലിങ്ങളല്ലേ, ഈ മാത്രം എന്താ ഒരു തീവ്രവാദി എന്നല്ലേ ചോദിക്കണത്? അവിടെ ആ മക്കളോടാണ് ഞാൻ പറയുന്നത്, മക്കളെ, ഈ ഹദീസ് നിങ്ങൾ ഓർത്തു വെക്കുക. അതേ 4 പാട് നിന്നും കൊത്തിവലിക്കുന്ന വാക്കുകൾ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും. നെഞ്ചൂക്കോടുകൂടി നിങ്ങൾ പറയുക, ഞാനിതാ ആ തീക്കട്ട പിടിച്ചവനെ പോലെയാണ്. ഈ തീക്കട്ട കയ്യിലുണ്ടെങ്കിലും ഞാൻ എന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും എന്ന് കാണിച്ചു കൊടുക്കേണ്ടുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്ന മിൻ വറാഇക്കും അയ്യാമ സ്വബ്ർ, നിങ്ങൾക്ക് സ്വബ്റിന്റെ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അന്നത്തെ ദിവസം ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് 50 ആളുകളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കും. 50 ആളുകളുടെ പ്രതിഫലം ലഭിക്കും. കാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ നബി അല്ലാഹുവിന്റെ പ്രവാചകരെ, ഔ മിൻഹും, അവരിൽ 50 പേരുടേതാണോ? അതായത് 50 ആള് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഈ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളായ 50 ആൾക്കാരുണ്ടാവുള്ളൂ. ആ ആൾക്കാരുടെ പ്രതിഫലം കിട്ടുന്നാണോ? ഒരു ക്ലിയർ ആയിട്ട് ചോദിക്കാണ്. അപ്പൊ മറുപടി പറഞ്ഞു, കാല റസൂലുള്ള പറഞ്ഞു, ബൽ മിൻകും, അല്ല, സഹാബത്തായ നിങ്ങളിൽപ്പെട്ട 50 ആളുകൾ ചെയ്യുന്ന പ്രതിഫലമാണ് ആർക്ക് കിട്ടുക? അവസാന കാലഘട്ടമാകുമ്പോ ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുക. നിങ്ങൾ ആലോചിക്കുക, സ്വഹാബത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള 50 ആളെ കൂലി കിട്ടും. എന്തിനാ മക്കളെ നിങ്ങൾ ആ ഹിജാബ് വലിച്ചു വരുന്നത്? എന്തിനാ നിങ്ങൾ കോംപ്ലക്സ് കാണിക്കുന്നത്? എന്തിനാ നിങ്ങൾ തകർന്നു പോകുന്നത്? പരിഹാസങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചിതറിപ്പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് 50 ആളുകളുടെ പ്രതിഫലമുണ്ട്. നിങ്ങൾ നിൽക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മതത്തിലാണ്. നമുക്ക് വേണ്ടത് സെലിബ്രിറ്റികളുടെ മംഗളങ്ങളല്ല. നമുക്ക് വേണ്ടത് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളുടെ കയ്യടികളല്ല. നമുക്ക് വേണ്ടത് ഈ സമുദായത്തിന്റെ ഏതെങ്കിലും ചാനലുകളിലെ ആങ്കർമാരുടെ തത്വാധിഷ്ഠിതമായ വചനങ്ങളല്ല. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ സന്തോഷവാചകമാണ്, മംഗളമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഒരീബാകുമ്പോ, അപരിചിതനായി ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കാകുന്നു എന്റെ മംഗളം. ആ മംഗളം ഏൽക്കാൻ വേറുള്ളവരൊന്നും മക്കനിട്ടില്ലെങ്കിലും നമ്മൾ മക്കനെ ഇട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി പോകണം. അത് പോകാനുള്ള ഒരു അവസരമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ആ നിലക്ക് പോസിറ്റീവായി ഇതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തിലും ഉണ്ടായാൽ മതി. പക്ഷെ അത് പോരാതെ വന്നിരിക്കുന്നു. ഇപ്പൊ എന്ത് വേണം? അത് ഇവിടുത്തെ പൊതുസമൂഹവും ലിബറലുകളും ചാനലിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂടി അംഗീകരിച്ചു തരണം. എന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രൂപത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, നിങ്ങളുടെ വേഷം, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ രീതി, ഇത് പുരോഗമനത്തിന് പറ്റിയതല്ല, ഇത് അപരിഷ്കൃതമാണ്. അവർക്കിത് പുരോഗമനാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തീവ്രവാദികളാക്കും, അല്ലെങ്കിൽ നിങ്ങൾ താലിബാനികളായി ചിത്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ പാകിസ്ഥാനിക്ക് പറഞ്ഞേക്കും. ഇതാ ഇപ്പൊ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ മതേതരത്വം പഠിപ്പിക്കാൻ ഇവരാരും വരണ്ട. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് എന്താ അറിയോ? അവനവന്റെ മതം അനുസരിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അത് വേറൊരാളെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരും പ്രകോപിപ്പിക്കണില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം ഇന്ന് സമുദായത്തെ പഠിപ്പിച്ചേ പറ്റൂ. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് നാളെ അഥവാ 25-ാം തീയതി ശനിയാഴ്ച അരീക്കോട് വെച്ചുകൊണ്ട് ഡയലോഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങളുടെ ആരുടെയും മതേതര സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിനാവശ്യമില്ല എന്നാണ് കൃത്യമായി ആ പ്രമേയം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ സാധ്യമാകുന്ന ആളുകളൊക്കെ നേരിട്ട് തന്നെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇതൊരു ഐക്യദാർഢ്യം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വെല്ലുവിളിക്കപ്പെടുമ്പോൾ
നാല് ഭാഗത്തു നിന്നും ഇതിനെ കൊത്തിവലിക്കാൻ ആള് വരുമ്പോ അതിന് അണകെട്ടുമ്പോൾ, അതിന് മതില് കെട്ടുമ്പോൾ അതിലൊരു കല്ലായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, അതിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓൺലൈനിൽ പരിപാടി കേൾക്കുക, പക്ഷെ അത് നേരിട്ട് പോവുക എന്നുള്ളത് അതിനോട് കാണിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. ഒരു നിലക്കും കഴിയില്ലെങ്കിൽ ഓൺലൈനിൽ വീക്ഷിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ദീനിനെ ദീനായി മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.